Hi everyone, welcome to a new topic, consistency test of cement. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സിമൻറ്റ്. അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനുള്ളൊരു എക്സ്പെരിമെൻ്റാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ലെറ്റ്സ് ചെക്ക്. എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമൈൻ ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഫോർ നോർമൽ കൺസിസ്റ്റൻസി ഓഫ് സിമൻറ്റ്. സിമൻറ്റിൻ്റെ നോർമൽ കൺസിസ്റ്റൻസി എത്ര പെർസെൻറ്റേജ് വാട്ടർ കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. It simply defines that the ideal amount of water required to make a cement paste that is neither too dry nor too wet. അതായത് ഒരു നിശ്ചിത അളവ് വെള്ളം സിമൻറ്റിലേക്ക് ചേർക്കുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുക. വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കുറഞ്ഞാലും കൂടിയാലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരത്തിൽ സിമൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന നിശ്ചിത എമൗണ്ട് വാട്ടറാണ് കൺസിസ്റ്റൻസി ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ദി അപ്പാരച്ചസ് റിക്വയർഡ്: വിക്കറ്റ്സ് അപ്പാരച്ചസ് ആൻഡ് വിക്കറ്റ്സ് മൗൾഡ്, 10 mm ഡയ പ്ലഞ്ചർ, നോൺ പോറസ് പ്ലേറ്റ്, ട്രാവൽ, വെയിങ് ബാലൻസ്, മെഷറിംഗ് ജാർ. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദി പ്രൊസീജിയർ. സ്റ്റെപ്പ് 1. The mold and the non-porous plate washed and cleaned. Then the 10 mm plunger fixed in the wickets apparatus. ആദ്യം തന്നെ വിക്കറ്റ്സ് മോൾഡും നോൺ പോറസ് പ്ലേറ്റും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം. ദെൻ 10 mm ഡയ പ്ലഞ്ചർ വിക്കറ്റ് അപ്പാരറ്റസിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. സ്റ്റെപ്പ് 2. ടേക്ക് അബൌട്ട് 400 grams ഓഫ് സിമെൻറ്റ്. 400 gram സിമെൻറ്റ് എടുക്കുക. ദെൻ 26% of water by weight of cement added very carefully to the dry cement. സിമെൻറ്റ് വെയ്റ്റിൻ്റെ 26%, അതായത് 400 grams-ൻ്റെ 26% വാട്ടർ ആ ഒരു ഡ്രൈ സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുക. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം കിട്ടുക 104 ml ആയിരിക്കും. സ്റ്റെപ്പ് 4. മിക്സ് ദി സിമെൻറ്റ് ആൻഡ് വാട്ടർ യൂണിഫോംലി ടു ഗെറ്റ് എ നീറ്റ് സിമെൻറ്റ് പേസ്റ്റ് വിത്തിൻ 3 to 5 minutes. എന്നിട്ട് സിമൻറ്റും വാട്ടറും ഒരു 3 മുതൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും വെള്ളമാവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 5. ദെൻ ദി വിക്കറ്റ്സ് മൗൾഡ് പ്ലേസ്ഡ് ഓൺ ദി നോൺ പോറസ് പ്ലേറ്റ് ആൻഡ് ഈസ് ഫിൽഡ് വിത്ത് പ്രിപ്പയർഡ് സിമൻറ്റ് പേസ്റ്റ് വിത്ത് ദി ട്രവൽ. അതിനുശേഷം വിക്കറ്റ് മൗൾഡ്സ് നോൺ പോറസ് പ്ലേറ്റിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിമൻറ്റ് പേസ്റ്റ് അതിനകത്ത് നിറയ്ക്കുക. Step 6. By shaking mold slightly, any air by the sample expelled. സിമൻറ്റ് പേസ്റ്റ് നിറച്ചതിന് ശേഷം പതുക്കെ ആ ഒരു മോൾഡിനെ ഷേക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എയർ ബബിൾസും എന്തെങ്കിലും വോയിഡ്സും ഉണ്ടെങ്കിൽ അങ്ങ് ക്ലിയർ ആയിക്കോളും. സ്റ്റെപ്പ് 7. Then the surface of cement smoothened and leveled with the trowel. എന്നിട്ട് ട്രവൽ യൂസ് ചെയ്ത് സിമൻറ്റിൻ്റെ സർഫസ് നീറ്റായിട്ട് ലെവൽ ചെയ്യുക. വല്ലാതെ അമർത്താനായിട്ട് പാടില്ല. സ്റ്റെപ്പ് 8. ദ നോൺ പോറസ് പ്ലേറ്റ് ആൻഡ് മൗൾഡ് ആർ പ്ലേസ്ഡ് അണ്ടർ ദി പ്ലഞ്ചർ. നോൺ പോറസ് പ്ലേറ്റും അതിന് മുകളിലുള്ള മൗൾഡും കൂടി പ്ലഞ്ചറിൻ്റെ താഴെയിട്ട് വയ്ക്കുക. സ്റ്റെപ്പ് 9. ദ പ്ലഞ്ചർ ഈസ് റിലീസ്ഡ് ക്വിക്ക്ലി ആൻഡ് അലൗഡ് ടു പെനട്രേറ്റ് ഇൻ ദി പേസ്റ്റ്. വെൻ ദി പ്ലഞ്ചർ കംസ് ടു റെസ്റ്റ്, ദ റീഡിംഗ് ഓൺ ഇൻഡെക്സ് സ്കെയിൽ ഈസ് നോട്ടഡ്. ടെമ്പററി ആയിട്ടുള്ള ഒരു പിന്ന് വെച്ച് ലോക്ക് ചെയ്തിട്ടുള്ള പ്ലഞ്ചറിനെ അൺലോക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് അതിനെ സസ്പെൻഡ് ചെയ്യുക. ആ പ്ലഞ്ചർ സിമൻറ്റ് പേസ്റ്റിലേക്ക് ഇറങ്ങി പോകുന്നത് നിൽക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഡെക്സ് സ്കെയിലിൽ കാണിക്കുന്ന റീഡിങ് നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 10. സെവറൽ ട്രയൽ പേസ്റ്റ് ആർ പ്രിപ്പയർഡ് വിത്ത് വേരിയിങ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആൻഡ് ദ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് until the plunger penetrates 5 mm to 7 mm above the bottom of mold. 26% മുതൽ 2% വ്യത്യാസത്തിൽ 28%, 30%, 32%. അങ്ങനെ വാട്ടർ കണ്ടൻറ്റുകൾ മാറ്റിയിട്ടുള്ള സിമൻറ്റ് പേസ്റ്റുകളിൽ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് മൗൾഡിൻ്റെ താഴ്ഭാഗത്തു നിന്നും 5 mm മുതൽ 7 mm വരെ പ്ലഞ്ചർ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം.
എത്ര വാട്ടർ കണ്ടൻ്റ് ആണ് ആ മൊമെൻറ്റിൽ എടുത്തിട്ടുള്ളത്, അതാണ് ആ സിമെൻറ്റിൻ്റെ നോർമൽ കൺസിസ്റ്റൻസി. ആൻഡ് ദ റിസൾട്ട് വാല്യൂ ഓൾവേസ് ഇൻ ബിറ്റ്വീൻ 26% to 33%. നമുക്ക് കിട്ടുന്ന റിസൾട്ട് വാല്യൂ എപ്പോഴും 26% മുതൽ 33% വരെ ആയിരിക്കണം. അതാണ് നമുക്ക് കിട്ടേണ്ട സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസിയുടെ ഒരു റേഞ്ച്. അപ്പോൾ ഇത്രയുള്ള എക്സ്പെരിമെൻറ്റ്സ്. I hope you all understand this experiment. We will be back with more topics. Keep watching. Thank you.